നമ്മളൊരു യാത്ര പോകുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ്, വിസ ഇതെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്യും. പക്ഷേ ട്രാവൽ ഇൻഷുറൻസ് എടുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ പലർക്കും ഇപ്പോഴും സംശയമാണ്. ട്രാവൽ ഇൻഷുറൻസിനെ കുറിച്ചുള്ള പ്രധാന 5 തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്, അതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് വിശദമായി നോക്കാം. ഒന്നാമത്തേത്, വിദേശത്ത് ആരോഗ്യ ഇൻഷുറൻസ് കവർ ലഭിക്കും, അതിനാൽ ട്രാവൽ ഇൻഷുറൻസ് ആവശ്യമില്ല എന്നതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ആരോഗ്യ ഇൻഷുറൻസുകൾ വിദേശത്ത് കവറേജ് നൽകിയേക്കാം, എന്നാൽ ഇവ ട്രാവൽ ഇൻഷുറൻസുകൾക്ക് പകരമാവില്ല. ട്രിപ്പ് ദീർഘിപ്പിക്കുക, എമർജൻസി ഹോസ്പിറ്റലൈസേഷൻ തുടങ്ങിയവയ്ക്ക് ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് ലഭിക്കണമെന്നില്ല. എന്നാൽ യാത്രാ സംബന്ധമായ സംഭവ വികാസങ്ങളിൽ സമഗ്രമായ കവറേജ് നൽകുന്ന ട്രാവൽ ഇൻഷുറൻസുകൾ ഇത്തരം സാഹചര്യങ്ങളിൽ സഹായമാകും. രണ്ടാമത്തേത്, ട്രാവൽ ഇൻഷുറൻസുകൾ വളരെ ചിലവേറിയതാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇതാണ് യാത്ര ചെയ്യുന്നവരെ കവറേജ് നേടുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന പ്രധാന ഘടകം. യാത്രയുടെ കാലദൈർഘ്യം, കവറേജ് ലിമിറ്റ്, പ്രായം തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടെ പ്രൈസ് നിശ്ചയിക്കപ്പെടുന്നത്. എന്നാൽ യാത്രകൾക്കിടെ സംഭവിക്കുന്ന ഫിനാൻഷ്യൽ റിസ്കുകൾ പരിഗണിക്കുമ്പോൾ ഇൻഷുറൻസിന് വരുന്ന ചിലവ് ഒരു നഷ്ടമല്ലെന്ന് മനസ്സിലാക്കണം. ഇന്ന് യാത്രകളുടെ പ്രത്യേക ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രത്യേക കവറേജ് സ്കീമുകൾ ധാരാളം ലഭ്യമാണ്. അടുത്തത്, പ്രീ എക്സിസ്റ്റിംഗ് മെഡിക്കൽ കണ്ടീഷനുകളിൽ ഇൻഷുറൻസ് കവർ ലഭിക്കില്ല എന്നൊരു തെറ്റിദ്ധാരണയും നിലവിലുണ്ട്. എന്നാൽ ചില ഇൻഷുറൻസ് കമ്പനികൾ പ്രീ എക്സിസ്റ്റിംഗ് മെഡിക്കൽ കണ്ടീഷനുകൾക്കും കവർ നൽകുന്നുണ്ട്. ഇവിടെ കവറേജ് ടൈം മനസ്സിലാക്കിയുള്ള തിരഞ്ഞെടുപ്പാണ് ആവശ്യമായി വരിക. അതുപോലെ യാത്ര ചെയ്യുന്ന പലരും ട്രാവൽ ഇൻഷുറൻസ് ക്ലെയിം നടപടിക്രമങ്ങൾ സങ്കീർണമാണെന്നും ക്ലെയിം നിരസിക്കപ്പെടുമെന്നും പറയുന്നുണ്ട്. എന്നാൽ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം കൃത്യമായ ഡോക്യുമെന്റേഷൻ നടത്തിയാൽ ക്ലെയിം ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ നേരിടേണ്ടി വരില്ല. ഇന്ന് നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കി മാറ്റിയിട്ടുമുണ്ട്. ആവശ്യമായ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും സുതാര്യമായ ആശയവിനിമയം ഇൻഷുറൻസ് കമ്പനിയുമായി നടത്തുകയും ചെയ്യുക എന്നത് ക്ലെയിം നിരസിക്കപ്പെടാനുള്ള സാധ്യതകൾ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ട്രാവൽ ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ചെറിയ യാത്രയാണ്, ഇൻഷുറൻസ് വേണ്ട. ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ട്രാവൽ ഇൻഷുറൻസ് വേണ്ട. ട്രാവൽ ഇൻഷുറൻസ് വളരെ ചിലവാണ്. പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കിട്ടില്ല, ക്ലെയിം ചെയ്താൽ റിജക്റ്റ് ചെയ്യും എന്നിങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ പരമാവധി ഒഴിവാക്കുക. നിങ്ങളുടെ യാത്രകൾ, ഡെസ്റ്റിനേഷൻ, ഡ്യൂറേഷൻ, ഏജ്, ഹെൽത്ത് കണ്ടീഷൻ, കവറേജ് റിക്വയർമെന്റ് എന്നിവ പരിഗണിച്ചാണ് ഒരു പോളിസി തിരഞ്ഞെടുക്കേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ട്രാവൽ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് മുൻപ് അതിലെ കവറേജ്, എക്സ്ക്ലൂഷൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നിവ കൃത്യമായി വായിക്കുക. ഇൻഷുറൻസ് പ്രൊഡക്റ്റിന്റെ നിബന്ധനകൾ, കമ്പനി പോളിസി, യാത്ര എന്നിവ അനുസരിച്ച് വ്യത്യാസപ്പെട്ടേക്കാം. അതുകൊണ്ട് പോളിസി വാങ്ങുന്നതിന് മുൻപ് നിലവിലെ ടേംസ് പരിശോധിക്കുന്നത് വളരെ ഉപകാരപ്പെട്ടേക്കും. ഇത്തരം വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.